വി.എസ്. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, സോഷ്യൽ മീഡിയയിൽ ഫാൻസിന്റെ ഒരു പോരാണല്ലോ അല്ലേ? നോക്കൂ, മുഖ്യമന്ത്രി സ്ഥാനമോഹികളായിട്ടുള്ള നേതാക്കൾ, അവരുടെ നോമിനികൾ, പിന്നെ ഇവരെ താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള മുതിർന്ന നേതാക്കൾ, ഇങ്ങനെ ഒരു ഡസനിലധികം നേതാക്കൾ ഈ മുഖ്യമന്ത്രി ചർച്ചയ്ക്കകത്ത് തന്നെയുണ്ട്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഓരോരുത്തരുടെയും ആളുകൾ വന്ന് അഭിപ്രായം പറയുന്നു. ഞങ്ങളുടെ നേതാവ് മതി മുഖ്യമന്ത്രി, മറ്റേയാൾ വേണ്ട എന്നൊക്കെ പറയുന്നു. എങ്ങോട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഫാൻസ് പോര് പോകുന്നത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? റോഷ്നിയെ, കേവലം സൈബർ ഇടങ്ങളിൽ സൈബർ വെട്ടുകിളികൾ നടത്തുന്ന ഒരു പോരായിട്ടോ ഫാൻസ് പോരായിട്ടോ മാത്രം ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഈ സൈബർ ഇടങ്ങളിൽ വന്ന് അഭിപ്രായം പറയുകയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞങ്ങളുടെ നേതാവിന്, ഞങ്ങളുടെ താരത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്നതും കോൺഗ്രസിലെ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ഒക്കെയുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ ഫാൻസായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം സൈബർ വെട്ടുകിളികൾ നടത്തുന്ന, നേരത്തെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ സൈബർ വെട്ടുകിളിയുടെ പേരിൽ നമുക്ക് തലയിലിടാമായിരുന്നു. ഇപ്പോൾ വി.ഡി. സതീഷിനെതിരെ വലിയ സൈബർ ആക്രമണം നടത്തിയത് കോൺഗ്രസിൻ്റെ തന്നെ സൈബർ വെട്ടുകിളികളാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ള നേതാക്കന്മാർ, റോജി എം ജോണിനെ പോലുള്ള നേതാക്കന്മാർ, അങ്ങനെ കോൺഗ്രസിൻ്റെ രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ ഉള്ള നേതാക്കന്മാരായിട്ടുള്ള KPCCയുടെ ഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാർ വന്ന് അവരവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ആ അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു നേതാവിൻ്റെ യോഗ്യത പറയുമ്പോൾ മറ്റ് രണ്ട് നേതാക്കന്മാർ അയോഗ്യരാണ് എന്നുകൂടി പറയുന്നുണ്ട്. തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട മറ്റ് മുതിർന്ന നേതാക്കന്മാരെ അവഹേളിക്കേണ്ടി വരുന്നുണ്ട് എന്ന കാര്യം പോലും മറന്നുകൊണ്ടാണ് ഈ സൈബർ ഇടങ്ങളിലെ ഫാൻസ് പോര് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ KC വേണുഗോപാലിന് വേണ്ടി, ചിലർ V.D. സതീഷിന് വേണ്ടി, ചിലർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരസ്യമായി രംഗത്തെത്തുന്നു. അങ്ങനെ രംഗത്തെത്തുന്നത് സൈബർ ഇടങ്ങളിൽ മാത്രം അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് മുന്നണികളിലെ അഭിപ്രായങ്ങളും രൂപീകരിക്കാനും മുന്നണികളിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാക്കാനും ഒക്കെ അതിനുവേണ്ടി ഒരുമ്പെട്ടിറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഇറങ്ങുമ്പോൾ മലബാറിൽ ലീഗിന്റെ ഉൾപ്പെടെയുള്ള അണികളും ഈ സൈബർ ഫാൻസ് പോരിൽ പങ്കാളികളായി ലീഗിന്റെ പോലും അഭിപ്രായം പറയുന്ന രീതിയിൽ ലീഗിന്റെ അണികളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ UDFനെ കുറിച്ചുള്ള, UDFിലെ അനൈക്യത്തെക്കുറിച്ചുള്ള ഒരു അവമതിപ്പുണ്ടാക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ ഇടയാക്കിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു താരത്തെ ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെയാണല്ലോ സൈബർ ഇടങ്ങളിലെ ഈ ഫാൻസ് പോറിലൂടെ KC വേണുഗോപാൽ വലിയൊരു സ്റ്റാറായിട്ട് മാറുന്നു, അല്ലെങ്കിൽ V.D. സതീശൻ സ്റ്റാറായിട്ട് മാറുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല സ്റ്റാറായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക. തീർച്ചയായും വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.